എന്താണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ഒരു കുട്ടി പഠിച്ചാലുള്ള ബെനിഫിറ്റ് എന്താണ്? ആദ്യത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നല്ലൊരു ടേണിംഗ് പോയിന്റ് വരുന്നത് ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ടാണ്. ഹയർ സെക്കൻഡറി വരെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്നാണ് നമ്മൾ പറയാം. ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു കോളേജ് കിട്ടണം. നല്ല കോളേജ് കിട്ടിയാലേ നല്ല പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ നാട്ടിലെ ഭൂരിഭാഗം ആളുകൾ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാറുള്ളത്, ചിന്തിക്കാറുള്ളത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്ക്, അവർ പഠിക്കേണ്ട ബുക്കാണ് NCERT ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളത്. അത് ലൈൻ ബൈ ലൈൻ പഠിപ്പിക്കുന്ന ഒരു സംവിധാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്ലസ് ടുവിൽ എഴുതേണ്ട എല്ലാ എൻട്രൻസ് എക്സാമുകളും NCERT ഓറിയന്റഡ് ആണ്, അല്ലാതെ ഔട്ട് ഓഫ് NCERT അല്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിനെ സംബന്ധിച്ച് അവർക്ക് ഉറപ്പായിട്ടും നല്ലൊരു കോളേജിലേക്ക് എത്തിപ്പെടാൻ കൂടുതൽ സാധ്യത ഉണ്ട്. നമ്മളൊക്കെ വിചാരിക്കുന്ന കാര്യം എന്താണെന്നറിയോ, ഒരു 97% കുട്ടിക്ക് എൻട്രൻസ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനത്തെ കുട്ടികളെ എൻട്രൻസ് നോക്കിയിട്ട് കാര്യമുള്ളൂ എന്നൊക്കെ ഒരു തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ എൻട്രൻസ് എന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ ഏത് മാർക്ക് നിലവാരത്തിലുള്ള കുട്ടികൾക്ക് നോക്കാൻ പറ്റും. കാരണം ഒരു കുട്ടിക്ക് ഒരു പേപ്പറിൽ കൃത്യമായിട്ട് സെന്റൻസ് വൈസിൽ എഴുതാൻ പറ്റുന്നില്ല എന്ന് വെക്കാണ്. അപ്പോൾ ആ കുട്ടിക്ക് 4 ഓപ്ഷൻ കിട്ടി കറപ്പിക്കാൻ ചിലപ്പോൾ ഒരു പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്തേക്കാം, പറ്റിയേക്കാം. അല്ലെങ്കിൽ വൃത്തിയിൽ നല്ല അടിപൊളിയായിട്ട് എഴുതാൻ കഴിയുന്ന ഒരു കുട്ടി ആയിരിക്കൂല. പക്ഷെ ആ കുട്ടിക്ക് നാക്കാൻ വളരെ ഐഡിയ അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് അത് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ തിയറിക്ക് ചിലപ്പോൾ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല, പക്ഷേ എൻട്രൻസിന് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. നമ്മൾ മുന്നിൽ ഒരുപാട് എക്സാമ്പിൾസ് അങ്ങനെ കണ്ടു. അപ്പം ഏത് നിലവാരത്തിലുള്ള കുട്ടികളായാലും അവരെ കൊണ്ട് ഈ എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതിപ്പിക്കുമ്പോൾ ഉറപ്പായിട്ട് എവിടെയെങ്കിലും നല്ല കോളേജ് നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ സാധിക്കും. പിന്നെ ഇന്ത്യയിൽ ഏതെങ്കിലും നല്ല കോളേജ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ കോളേജുകളും എൻട്രൻസ് എക്സാമിലൂടെയാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. അപ്പം സാർ ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് ഒരു പാരൻ്റ് ഒരു കുട്ടീനെ അയക്കുന്ന സമയത്ത് ആ പാരൻറ്റ് കുട്ടിയുടെ ടേസ്റ്റ് നേരത്തെ പാരൻസ് മനസ്സിലാക്കി പാരൻസ് തീരുമാനിക്കുക നമുക്ക് ഹാർവസ്റ്റ് പോലെയോ അതുപോലെ നല്ലൊരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് പിന്നെ അഡ്മിഷന് വിടാം, അവിടെ നിന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏത് സമയം മുതലാണ് ഒരു കുട്ടി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? 8ാം ക്ലാസ് മുതലെങ്കിലും ഒരു നല്ലൊരു എൻട്രൻസ് ഓറിയൻറ്റഡ്. കാരണം സയൻസിനെ കുറിച്ച് പഠിക്കുന്നത് തുടങ്ങുന്നത് 8ാം ക്ലാസ് മുതലാണ് പ്രധാനമായിട്ടും. 5ാം ക്ലാസ് മുതലൊക്കെ മാത്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും 8ാം ക്ലാസ് മുതലാണ് പ്രധാനമായിട്ടും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങുന്നത്. അപ്പോൾ 8ാം ക്ലാസ് മുതൽ ആ കുട്ടി പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഭൂരിഭാഗം കുട്ടികൾ 8ാം ക്ലാസ്സിലൊന്നും പഠിക്കൂല. അവർക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് പൊതുവെ ഇങ്ങനെ ഒരു സംവിധാനം ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടോളന്നില്ല. കാരണം കുറച്ചുകൂടി ടൈറ്റ് സിലബസ് ആണ്, അത്യാവശ്യം പഠിക്കാനുണ്ട്. പക്ഷെ അവരെ എങ്ങനെയെങ്കിലും നമ്മൾ അതിലൂടെ കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ പാരൻസിൻ്റെ ഒരു കപ്പാസിറ്റി പോലെ ഉണ്ടാകും, അതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. കുട്ടികളെ കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പ്ലസ് ടു കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു യഥാർത്ഥ സംഭവം മക്കൾക്ക് മനസ്സിലാവും, അതിൻ്റെ ഒരു ഫലം മനസ്സിലാവും.